ബ്രിഗേഡിയർ ശ്രീ മോഹൻ പിള്ളൈ, ഒരു പോയിന്റ് കൂടി ബ്രിഗേഡിയർ പറയാനുള്ളത് മോഹൻ പറയാമെന്ന് പിള്ളൈ, വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് സാർ, ഞാൻ വരാം. ബ്രിഗേഡിയർ മോഹൻ പിള്ളൈ, ഈ ഇനി നമുക്കറിയേണ്ടത്, ഇതുവരെ അമേരിക്ക കാഴ്ചക്കാരനായിരുന്നുവെങ്കിൽ, ഇതുവരെ അമേരിക്ക ഇസ്രയേലിനെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു സുഹൃത്ത് മാത്രമായിരുന്നെങ്കിൽ, ഇന്നിപ്പോൾ ഈ യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്ക മാറിയിട്ടുണ്ട്. ഇത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്ന സൂചനയാണോ അമേരിക്ക കാലെടുത്ത് വെച്ചതോടെ സംഭവിക്കുന്നത്? അമേരിക്കയുടെ ഈ രംഗപ്രവേശനം ഇനി പശ്ചിമേഷ്യയിലെ ഈ സംഘർഷത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? ഇത് അമേരിക്കയുടെ ഒരു പ്രോക്സി വാർ എന്നുള്ള രീതിയിൽ നമ്മൾ കാണണം. കാര്യം അമേരിക്ക കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു അമേരിക്കൻ സ്പോൺസേർഡ് വാർ എന്നുള്ള രീതിയിലാണ്, അല്ലെ ഇസ്രയേൽ ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു വാറായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല. ഗോപി, ഇതിനകത്ത് ഉള്ള ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ലാസ്റ്റ് വീക്കിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തത്, അതായത് ഞാനത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ഇസ്രയേൽ വിത്തൗട്ട് എനി പ്രൊവോക്കേഷൻ ഇറാനെ അറ്റാക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ അതല്ല അതിൻ്റെ കാര്യം. ഒക്ടോബർ 1.5 years ബാക്ക്, ആ ഒക്ടോബർ അറ്റാക്കിന് ശേഷം പാലസ്തീൻ ഇസ്രയേലിൽ ആ ഇഷ്യൂ ഉണ്ടായതിന് ശേഷം ഇസ്രയേൽ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ഇതിനുള്ള മെയിൻ കാരണം ഇറാനാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ തന്നെ അവർ പറയുകയും ചെയ്തു, ഒരു ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്തതാണിത്, ഇറാനെ അവർ അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ. പക്ഷേ അവർ അത് വെൽ പ്ലാൻഡായിട്ട് അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ ഒരുപക്ഷെ മൊസാദ് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കണം ഇറാനിൽ. അതുകൊണ്ടാണ് തന്ത്രപ്രധാനമായിട്ടുള്ള സക്സസ് അവർക്ക് കിട്ടിയത്. ഫോർ എക്സാമ്പിൾ, സയൻറ്റിസ്റ്റ് 1, സയൻറ്റിസ്റ്റ് 2, സയൻറ്റിസ്റ്റ് 3 എന്നുള്ള ആ സീക്വൻസിൽ സയൻറ്റിസ്റ്റുകളെ മാത്രം, അതുപോലെ തന്നെ ആർമി ചീഫ് അല്ലെങ്കിൽ ചീഫ് ഓഫ് സ്റ്റാഫിനെ മാത്രം പിൻ പോയിന്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ അവർക്കുണ്ടായത്. അത് വളരെ നല്ല രീതിയിൽ നേരത്തെ മുതൽ തന്നെ പ്ലാൻ ചെയ്തു വന്നതാണ്. അപ്പോൾ അതിനെ ആരും പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ ബാക്കപ്പ് US കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ലെവലിലോട്ട് ഈ ടേണിംഗ് പോയിന്റ് ഇത് വന്നത്. പിന്നെ അമേരിക്ക, ഗോപികൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞത് തന്നെ, അമേരിക്ക ഇപ്പോൾ രംഗപ്രവേശം ചെയ്തു എന്ന് പറയുന്നത്, അമേരിക്ക രംഗപ്രവേശം ചെയ്തത് ഈ ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യിൽ മാത്രമുള്ള ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ബോംബ്, അത് അവർ ഒരു കാരണവശാലും ഇസ്രയേലിന് ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ജോലി അവർ തന്നെ ചെയ്തത്. കാര്യം ഒരുപക്ഷെ ഇത് ഹാൻഡ് ഓവർ ചെയ്താൽ ഇസ്രയേൽ അവർ വേറുള്ള മറ്റുള്ള ഏരിയയിൽ അത് യൂട്ടിലൈസ് ചെയ്യുമോ എന്നുള്ള അമേരിക്കയുടെ ഭയമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ മാത്രം അവർ ഇതിലോട്ട് ഇറങ്ങിത്തിരിച്ചത്, അതായത് സ്ട്രേറ്റ് അവേ അവർ ഇതിനകത്തോട്ട് എൻട്രി ചെയ്തത്. പിന്നെ ഇതൊരു അതായത് എസ്കലേറ്റ് ചെയ്ത് യുദ്ധമാകുമോ എന്നുള്ളതിന് അതിനകത്തോട്ടുള്ള ചാൻസസ് കുറവാണ്. കാര്യം ഇവിടെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അതിനകത്ത് US സ്പോൺസർ ചെയ്തു എന്നുള്ള രീതിയിൽ ആ US-ന് അവിടെ ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ന്യൂക്ലിയർ പവർ ആവുന്നതിലോട്ട് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല, അതിനെതിരായിട്ട് അവർ നീങ്ങുന്നു എന്നുള്ള ആ ഒരു ആംഗിളിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അതിനുവേണ്ടി അവർ ഇത് യൂട്ടിലൈസ് ചെയ്തു. ഇപ്പോൾ ഫോർദോയുടെ കാര്യം പറഞ്ഞു, അത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇറാൻ-ഇറാഖ് വാർ ഉണ്ടായിരുന്ന സമയത്തും ഈ ഒരു ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ഫോർദോ എന്ന് പറയുന്നത്. അതായത് ഇറാഖിന് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഇറാൻ്റെ സേഫ് ഷെൽട്ടർ, അവരുടെ സൈനിക ക്യാമ്പായിരുന്നു ഈ ഫോർദോ എന്ന് പറയുന്ന സ്ഥലം. അതാണ് പിന്നീട് യുറേനിയം എൻറിച്ചിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അതവർക്ക് നേരത്തെ തന്നെ അറിയാം ഈ പർട്ടിക്കുലർ സ്പോട്ട് എന്ന് പറയുന്നത്. അത് വളരെയധികം സേഫ് ആൻഡ് സൗണ്ടാണ് ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള പാറക്കെട്ടുകൾക്ക് ഉള്ളിൽ ഡീപ്പായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ അവിടെ യുറേനിയം എൻറിച്ച്മെൻറ്റിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ അത് ഇപ്പം പ്രീവിയസ് ഡിബേറ്റർ ഓൾറെഡി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതെല്ലാവർക്കും അറിയാം. കാര്യം ഈ ഇറാൻ അല്ലെങ്കിൽ ഇസ്രയേൽ അമേരിക്ക എയിം ചെയ്യുന്നത് ഈ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് തന്നെ ആയിരിക്കുമെന്നറിയാവുന്നത് കൊണ്ട് ഒരു കാരണവശാലും അവിടെ ആ സാധനങ്ങൾ അവിടെ സൂക്ഷിക്കുകയില്ല. അത്ര മണ്ടത്തരം ഒരിക്കലും ഇറാൻ കാണിക്കത്തില്ല എന്ന് നമ്മൾ അതിനകത്ത് കാണണം. പിന്നെ ഇതിനകത്തോട്ട് എസ്കലേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒന്നുകൂടി നമ്മൾ അനലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇറാന് നേരത്തെ തന്നെ ആകാമായിരുന്നു. കാര്യം
വെരി ക്ലോസ് വിസിനിറ്റിയിൽ തന്നെയാണ് ഇറാഖ് ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ബഹ്റിനാണെങ്കിലും ഒക്കെ US-ൻ്റെ കൂടുതൽ ബേസും അതുപോലെ തന്നെ അവരുടെ സോൾജിയേഴ്സും അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റും ഉള്ള വളരെ അടുത്ത ചുറ്റിനും ഉള്ള രാജ്യങ്ങളുണ്ടായിരുന്നു. അതിനെയൊക്കെ അറ്റാക്ക് ചെയ്യാമായിരുന്നു വേണമെങ്കിൽ ഈ ലോകത്തെ. അതായത് ഇത് കൂടുതൽ വൈഡ് സ്പ്രെഡ് ആക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അവർക്കത് തിരിച്ചു ചെയ്യാമായിരുന്നു. പക്ഷെ അവരത് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. കാരണം ഇത് പ്രഷർ വീണ്ടും കൊടുക്കുക. ഇതിനകത്തുള്ള ഒരു വിഷയം കഴിഞ്ഞാൽ അമേരിക്കയുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഒരു കാരണവശാലും അണ്ടർ എസ്റ്റിമേറ്റ് അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കൊരു ഇത് സീസ് ഫയർ കൊടുത്ത് അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുത്ത് അവരെ ഒതുക്കാം എന്ന് വിചാരിക്കേണ്ട. കാര്യം 6 ലക്ഷത്തോളം സൈനികരാണ് ഈ ഇറാനുള്ളത്. അപ്പം അവർക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് വളരെ നാളുകൾ ലോങ് പീരീഡിൽ അവർക്ക് യുദ്ധം ചെയ്ത് സർവൈവ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ നടന്നിരിക്കുന്ന എന്താണ്, അതായത് ഒരു ബൊംബാർഡ്മെൻറ്റ് പോളിസി ബൈ എയർ മിസൈൽസ് അറ്റാക്കുകൾ മാത്രമാണ് നടന്നിട്ടുള്ളതും. ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ അതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന ആ മഹാരാജ്യത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ എവിടെയൊക്കെ അമേരിക്ക ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം അമേരിക്കയ്ക്ക് കൈപൊള്ളി തിരിച്ചു പോയിട്ടുള്ള ഒരു ഹിസ്റ്ററി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ ട്രംപ് ഫേസ് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെയാണ് ഈ അറ്റാക്കിലോട്ട് പോയത് എന്നുള്ള ഒരു പോയിന്റ് കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ അതിന് അവിടെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇതിനെതിരായിട്ടൊരു പ്രതിഷേധം ഉണ്ട്. US കോൺഗ്രസിൻ്റെ കൺസെൻറ്റ് ഇല്ലാതാണ് ആ പ്രസിഡന്റ് ഏകപക്ഷീയമായി ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് കാണണം. സീനിയർ റിപ്പബ്ലിക്കൻസിനെ മാത്രം വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഒരു കൺസെന്റും ഇല്ല. ഈവൻ ദേ വർ നോട്ട് ഇൻഫോംഡ്. യെസ്. അപ്പം ആ ഒരു ആംഗിളിൽ ഇതിനെ കണ്ടേ പറ്റുള്ളൂ. കാര്യം ഇതിനകത്ത് ഗോപികൃഷ്ണൻ, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഈ ഇഷ്യൂ ഇതൊന്നുമല്ല. ഈ ജൂതന്മാരും അറബ്സും തമ്മിലുള്ള ഒരു ഇഷ്യൂ അല്ല. ഈ ഇഷ്യൂ അത് ബേസിക്കായിട്ട് ഫണ്ടമെന്റലായിട്ട് ആ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ഇവിടെ മെയിനായിട്ട് നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഈ വൺ മാൻ ഷോ നടത്തുന്ന ഡൊണാൾഡ് ട്രംപാണ്. അതായത് ഇത് യുദ്ധം നിർത്തണമെങ്കിലോ ഇത് എസ്കലേറ്റ് ചെയ്യണമെങ്കിലോ അല്ലാതെയോ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ട്രംപ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് മെയിനായിട്ട് ഈ പശ്ചിമേഷ്യയിൽ ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ്. അതുപോലെ എൻ്റെ ഇമ്പോർട്ടൻസ് ഐ ആം ദ സീനിയർ, അതായത് ലൂയി ദ 14 എന്ന് പറഞ്ഞ ഐ ആം ദ കിങ് എന്നുള്ള രീതിയിൽ പറയുമല്ലോ, ഞാനാണ് എല്ലാം എന്ന് പറയുന്ന മാതിരി ഒരു ഏകാധിപതി, അത് ലോകത്തിൻ്റെ തന്നെ ഒരു ഏകാധിപതിയാകുവാനുള്ള ഒരു ത്വര, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസയർ, അത് ആ ഒരു അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള ഈ ക്യാരക്ടറാണ് ഈ മിഡിൽ ഈസ്റ്റിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം മുഖ്യമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്.